വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പ്രകടനത്തിനായിട്ട് ഇവിടെ ഒരു ചുണ്ടൻ വള്ളം റെഡി ആയിട്ടുണ്ട്. ക്യാപ്റ്റൻ മാവേലിയെ ചുണ്ടൻ വള്ളത്തിലേക്ക് കൈപിടിച്ച് ആനയിക്കുന്നു. ഇന്നത്തെ ഇവൻറ്റിൻ്റെ ഓണറായ ഗസ്റ്റായ നമ്മുടെ മാവേലി ഓരോ വർഷം കടന്നു വരികയാണ്. ഈ വർഷം വന്നിട്ടുണ്ട് നമ്മളുടെ കാരച്ചിൽ ചുണ്ടൻ വള്ളത്തിൻ്റെ പ്രകടനം കാണാനായിട്ട്. വള്ളംകളിയുടെ താളമില്ലാതെ എന്തു വള്ളംകളി. തുഴച്ചിലുകാർ വള്ളംകളി തുടങ്ങുവാൻ തയ്യാറെടുക്കുകയാണ്. തുഴകൾ ഒരേപോലെ ചലിപ്പിച്ച് മാവേലിയുടെ സാന്നിധ്യത്തിൽ കുട്ടനാടൻ പുഞ്ചയിലെ എന്ന വഞ്ചിപ്പാട്ടും കൂടി വള്ളംകളി ആരംഭിക്കുകയായി. Arpo! Arpo! കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചുപെണ്ണെ കുയിലാളെ കൊട്ടു വേണം, കുഴൽ വേണം, കുരവ വേണം. വരവേൽക്കാനാള് വേണം, കോടി തോരണങ്ങൾ വേണം. വിജയശ്രീലാളിതരായി വരുന്നു ഞങ്ങൾ. കറുത്ത ചിറകു വെച്ചു അരയെന്ന കിളി പോലെ കുതിച്ചു കുതിച്ചു പായും കുതിര പോലെ. തോൽവി എന്തെന്നറിയാത്ത, തല താഴ്ത്താനറിയാത്ത കാവാലൻ ചുണ്ടനീതാ ജയിച്ചു വന്നു. കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചുപെണ്ണെ കുയിലാലെ കൊട്ടു വേണം, കുഴൽ വേണം, കുരവ വേണം. പമ്പയിലെ പൊന്നോളങ്ങൾ ഓടി വന്നു പുണരുന്നു. അങ്കവയിൽ നെറ്റിയിന്മേൽ പൊട്ടുകുത്തുന്നു. തെങ്ങോലകൾ പൊന്നോലകൾ മാടി മാടി വിളിക്കുന്നു. തെന്നൽ വന്നു വെഞ്ചാമരം വീശിത്തരുന്നു. കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചുപെണ്ണെ കുയിലാളെ കൊട്ടു വേണം, കുഴൽ വേണം, കുരവ വേണം. ചമ്പക്കുളം പള്ളിക്കൊരു വള്ളംകളി പെരുന്നാള്. അമ്പലപ്പുഴയിലൊരു ചുറ്റുവിളക്ക്. കരുമാടിക്കുട്ട നിന്നു പനി നീർക്കാവടിയാട്ടം. കാവിലമ്മയ്ക്കുന്നു രാത്രി ഗരുഡൻ തൂക്കം. കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചുപെണ്ണെ കുയിലാലെ കൊട്ടു വേണം, കുഴൽ വേണം, കുരവ വേണം. വരവേൽക്കാനാള് വേണം, കോഴി തോരണങ്ങൾ വേണം. വിജയശ്രീലാളിതരായി വരുന്നു ഞങ്ങൾ. Yes, what a wonderful performance. ടോം കൽശ്ശേരി ക്യാപ്റ്റൻ ആയിട്ടുള്ള എറണാകുളം ഗോഡ് ക്ലബ് ആയിരുന്നു കാരച്ചിൽ ചുണ്ടനെ വിജയശ്രീ ലാളിതരായിട്ട് തന്നെ നയിക്കാൻ പോകുന്നത്. അതുകൊണ്ട് അവർ മത്സരത്തിനായി ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. വെള്ള ബനിയനും വെള്ള തൊപ്പിയും ഒക്കെ ഇട്ട് വളരെ പോസിറ്റീവായിട്ട് എനർജിയുമായിട്ട് അവർ നീങ്ങുകയാണ്, ധൈര്യമായിട്ട് മത്സരം ജയിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏതായാലും ഈ ഒരു ട്രോഫിയുടെ പുറയിലുള്ള ഒരു ചെറിയ സംഭവം പറയേണ്ട കാര്യമുണ്ട്. 1952 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആലപ്പുഴയിൽ വെച്ച് ഈ പറയുന്ന ഒരു വള്ളംകളി ദർശിക്കാൻ എത്തിയപ്പോഴത്തേക്കിനും അദ്ദേഹത്തിന് ഇത് വളരെയധികം കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ചുണ്ടൻ വള്ളത്തിൽ ചാടിക്കയറി എന്നാണ് പറഞ്ഞത്. അതിനോടൊപ്പം തന്നെ ഡൽഹിയിൽ എത്തിയതിന് ശേഷം ഉടനെ തന്നെ ചുണ്ടൻവളി കളി മത്സരത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കുന്ന വള്ളത്തിന് ചുണ്ടൻ വള്ളത്തിൻ്റെ മാതൃകയിൽ തന്നെയുള്ള
ജവഹർലാൽ നെഹ്റുവിൻ്റെ കയ്യൊപ്പോടുകൂടിയുള്ള ഒരു എവർ റോളിംഗ് ട്രോഫിയാണ് സമ്മാനമായി കൊടുക്കുകയുണ്ടായത്. അപ്പോൾ ഏതായാലും ആ ഒരു പുന്നമട കായലിലെ നെഹ്റു ട്രോഫി കരസ്ഥമാക്കുവാൻ ഇതാ നമ്മളുടെ മത്സരം ആരംഭിക്കുകയായി. അയ്യടാ പോയടാ.